മാത്സ് എക്സാമിന്റെ തലേ ദിവസം 10 മണിക്കൂറും 15 മണിക്കൂറും ഇരുന്ന് പഠിച്ചിട്ടും മാത്സിൽ ടോപ്പർ ആവാൻ കഴിയുന്നില്ല മിസ്സേ എന്ന് പറയുന്നവർക്കുള്ളതാണ് ഈ വീഡിയോ. ഇവിടെ ആരാണ് പ്രശ്നം? നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ചു തരാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് എക്സാമിന് വരാത്തതുകൊണ്ടാണോ? ഇവിടെ ആരാണ് പ്രശ്നം? ഇത് രണ്ടും അല്ല. നിങ്ങൾ പഠിക്കുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ശരിയായ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാത്സിന് ടോപ്പർ ആവാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള സബ്ജക്റ്റ് പോലെ പഠിക്കുന്നത് പോലെ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിന് ടോപ്പർ ആവാൻ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ബേസിക്സ് മുതൽ പഠിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ 8ാം ക്ലാസ്സിലെത്തി അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലെത്തി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം മുതൽ ഞാൻ പഠിച്ചു തുടങ്ങുന്നു, ഇപ്പം മുതൽ ഇതുവരെ മാത്സ് എന്താന്ന് പോലും അറിയാത്ത ഒരാൾ ഇപ്പം മുതൽ ഞാൻ പഠിച്ചു തുടങ്ങുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇന്നിതാ നോക്ക്, 8ന്റെ സ്ക്വയർ 64 എന്ന് വെറുതെ കാണാതെ പഠിച്ചിട്ട് കാര്യമല്ല. 8ന്റെ സ്ക്വയർ എങ്ങനെയാണ് 64 ആയത് എന്നുള്ളത് നിങ്ങൾ കാണാതെ നിങ്ങൾ പഠിക്കണം. അതായത് 8 × 8 ആണ് 8ന്റെ സ്ക്വയർ അല്ലെ. 8ന്റെ സ്ക്വയർ 64 കാണാതെ പഠിക്കണ്ട. 8 × 8 ആണ് 8ന്റെ സ്ക്വയർ നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളുടെ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും മാത്സ് ബൈഹാർട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എവിടുന്ന് ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ബേസിക്സ് മുതലേ പഠിക്കുക. ഓരോ കാര്യവും ബൈഹാർട്ട് ചെയ്യാണ്ട് എങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അല്ലാതെ മറന്നു പോവും. വെറുതെയാണ് അങ്ങനെ പഠിക്കുന്നത്. ബേസിക്സ് മുതൽ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ഫോർമുല ഷീറ്റ്സ് ഉണ്ടാക്കുക. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, അതിൽ ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഇപ്പൊ പ്രിസം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ആ പ്രിസത്തിൽ വോളിയം കാണാൻ പഠിക്കാനുണ്ട്, ദെൻ ഏരിയ കാണാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കും. സിലിണ്ടർ പഠിക്കാനുണ്ട്, അങ്ങനെ കുറേ ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരൊറ്റ പേപ്പറിൽ ആ ചാപ്റ്ററിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചതെന്നുള്ളത് ഒന്ന് ഷോർട്ടായിട്ട് എഴുതുക. ഷോർട്ട് നോട്ട്. നമ്മൾ ഷോർട്ട് നോട്ടിൽ കുറേ പാരഗ്രാഫ് പോലെ നമുക്ക് എഴുതാനാവില്ല അല്ലേ. മാത്സ് എന്താ ഉണ്ടാവുക? ചെറിയ ചെറിയ ഫോർമുലാസ് ഉണ്ടാവുക, ഇക്വേഷൻസ് ഉണ്ടാവുക. അങ്ങനെ ഇക്വേഷൻസ് എഴുതിയിട്ട് ഒരു ഫോർമുല ഷീറ്റ് നിങ്ങൾ തയ്യാറാക്കുക. ഏത് ചാപ്റ്റർ കഴിയുമ്പോൾ, മാത്സിൽ ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ, ഒരു 10 പേജ് ഉണ്ടെങ്കിൽ അതിലാകെ പറഞ്ഞിട്ടുണ്ടാവുക ഒരു 3 കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 3 കാര്യങ്ങളായിരിക്കും ഇവർ 10 പേജിലായിട്ട് കുറേ പ്രോബ്ലംസ് ഒക്കെ തന്നിട്ട് വലിച്ചു വാരി പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങളൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് നിങ്ങൾ ഒരൊറ്റ പേപ്പറിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളോട് മിസ് പറയാണ്, നാളെ മാത്സിന്റെ ഈ ചാപ്റ്റർ എക്സാം ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ അടിക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. നിങ്ങൾക്ക് ആ പേപ്പർ ഇങ്ങോട്ട് എടുക്കുക. ഇതിൽ ഈ കാര്യമാണ് പഠിക്കാനുള്ളത്, ഒരു പ്രശ്നവുമില്ല, പോയി എഴുതുന്നു. അത്രയും സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? ഫോർമുല ഷീറ്റ്സ് ഉണ്ടാക്കണം. ഓക്കെ, ദെൻ അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, മാത്സ് ഒറ്റ പ്രാവശ്യം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു പ്രാവശ്യം വായിക്കുന്നത് മാത്സിൽ കണക്കിൽ കൂട്ടൂല കേട്ടോ. കണക്കിൽ കൂട്ടൂല നമ്മളുടെ ഒന്നാമത്തെ വായന എന്ന് പറയുന്നത്. മാത്സ് ഒറ്റ പ്രാവശ്യം ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യവും ഉണ്ടാവാൻ പോകുന്നില്ല. ഒന്നാമത്തെ പ്രാവശ്യം ചെയ്യുമ്പം നമുക്കൊന്നും മനസ്സിലാവില്ല. ആ പ്രോബ്ലം തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ചെയ്ത് നോക്കുക. അപ്പൊ കുറച്ച് എവിടക്കോ കത്തും. പിന്നെ ഒന്നുകൂടെ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കത്തും. 4ാമത്തെ പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ബൈഹാർട്ടായിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് അങ്ങ് ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം സിമ്പിൾ ആയിരിക്കും. ചില പ്രോബ്ലംസ് ചില കുട്ടികൾ വിചാരിക്കും 1ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ തോന്നും ഇത് സിമ്പിൾ ആണല്ലോ, ഇതിന് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. നിങ്ങളോട് മറന്നു പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഏത് സിമ്പിൾ പ്രോബ്ലം ആണെങ്കിലും, എത്ര ഭയങ്കര ടഫായിട്ടുള്ള പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് നോക്കുക. ഒറ്റയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് 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 പ്രാക്ടീസ്. ഇതാണ് നിങ്ങളുടെ മാത്സിൽ ടോപ്പർ ആവാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. പ്രാക്ടീസ് തന്നെയാണ്. ദെൻ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ടീച്ച് യുവർ സെൽഫ്. അതായത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഒരു ചാപ്റ്റർ മൊത്തം പഠിച്ചു കഴിഞ്ഞു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് ടീച്ച് ചെയ്യുക. അതായത് നിങ്ങളുടെ ടീച്ചർ എങ്ങനെയാണ് പഠിപ്പിക്കല്? പ്രിസത്തിന്റെ വോളിയം കാണൽ ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അതിങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരില്ലേ? അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് നിങ്ങളുടെ കണ്ണാടിന്റെ മുന്നിൽ പോയിന്നോ, അല്ലെങ്കിൽ നിങ്ങളോട് ഒറ്റയ്ക്ക് തന്നെ പറയുക, ഇതിങ്ങനെയാണ്, അതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. ഒന്ന് ഓർത്തെടുക്കുക, ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഞാൻ ഇതൊക്കെയായിരുന്നു പഠിച്ചത്, ഇതിങ്ങനെയായിരുന്നു ചെയ്തത്, ഇതിങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ടീച്ച് യുവർ സെൽഫ്. ഓക്കെ, അപ്പൊ ഈ 4 ടിപ്സ് മക്കൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഈ അവസാനമാവുമ്പോൾ ഈ കൊല്ലത്തെ മാത്സിലെ ടോപ്പർ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളായിരിക്കും. സോ ഇത്തരം സ്റ്റഡി ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ബൈ.